ഇതാ ഇപ്പോൾ ഉള്ളത് കോത്തഗിരിയിലാണ്. മസിനഗുഡി വഴി ഊട്ടി, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അതിങ്ങനെ കുറേ കേട്ടിട്ടുണ്ടല്ലോ. 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കൂടെ ഒരു അടിപൊളി യാത്ര ബൈക്കിൻ്റെ മേലെ. ആദ്യം കേരളത്തിൽ നിന്ന് തുടങ്ങി, പിന്നെ കർണാടകയിൽ കയറി, അവിടെ തമിഴ്നാട്, പിന്നെ നേരെ കേരളത്തിലേക്ക് തന്നെ. യാത്ര തുടങ്ങുന്നത് ഞങ്ങളുടെ സ്ഥലമായ ചങ്ങനകുളത്തുനിന്ന് നേരെ വടകരയിൽ നിന്ന് നാദാപുരം റോഡ് കുറ്റ്യാടി വഴി പൂതമ്പാറ ചുരമൊക്കെ കയറിയിട്ട് നേരെ മാനന്തവാടി വയനാട്, അവിടുന്ന് മുത്തങ്ങ, പിന്നെ മുത്തങ്ങയിൽ നിന്ന് കർണാടകയുടെ സ്ഥലമായ ഗുണ്ടൽപേട്ടയിൽ നിന്ന് നേരെ കർണാടക ടൈഗർ റിസർവ് ഫോറസ്റ്റായ ബന്ദിപ്പൂരിൽ നിന്ന് നേരെ തമിഴ്നാട് ടൈഗർ റിസർവ് ഫോറസ്റ്റായ മുതുമലയിൽ നിന്ന് മസിനക്കുടിയിൽ നിന്ന് നേരെ 36 എയർപിൻ വളവൊക്കെ ഉള്ള കല്ലട്ടി ചുരം കയറിയിട്ട് നേരെ ഊട്ടിയിൽ നിന്ന് കോതഗിരിയിൽ നിന്ന് നേരെ ചുരം ഇറങ്ങി മേട്ടുപ്പാളയത്തു നിന്ന് നേരെ ആനക്കട്ടി വഴി നേരെ അട്ടപ്പാടി, അവിടുന്ന് മണ്ണാർക്കാട്, പിന്നെ അങ്ങനെ നാട്ടിലേക്ക്. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ദിവസം സ്റ്റേ ചെയ്തത് വടകരയും, രണ്ടാമത്തെ ദിവസം സ്റ്റേ ചെയ്തത് ഊട്ടിയിലുമാണ്. പിന്നെ മേട്ടുപ്പാളയത്തുള്ള ഒരു ചുരമുണ്ട്. ഈ ചുരം ഭയങ്കര ഡേഞ്ചർ പിടിച്ചൊരു ചുരം. ഈ ചുരത്തിൽ ബ്രേക്കൊക്കെ പോയി, പിന്നെ കാട്ടിൽ കുറച്ച് വഴിയൊക്കെ തെറ്റി, അങ്ങനെ കുറേ കുടുങ്ങൊക്കെ ചെയ്ത്. അതിൻ്റെ എല്ലാ വീഡിയോസും ഈ വീഡിയോസിലുണ്ട്. എല്ലാം മുഴുവനായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. പിന്നെ 3 ദിവസം ഏകദേശം ഒരു 650 കിലോമീറ്ററിൻ്റെ മേലെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഫുള്ള് ലൊക്കേഷൻ വടകര അടക്കും. പിന്നെ എന്തായാലും ഒരു അടിപൊളി യാത്രയായിരുന്നു ബൈക്കിൻ്റെ മേലെ. കാണാത്ത വഴികളും ചുരങ്ങളൊക്കെ ആസ്വദിച്ച് ബൈക്കിൻ്റെ മേലെ ഒരു അടിപൊളി യാത്ര തന്നെയായിരുന്നു ഈ യാത്ര. ഇവിടുന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഞങ്ങളിപ്പോൾ ഉള്ളത് വടകരയിൽ കൈനാട്ടി. ഇവിടുന്ന് നേരെ കുറ്റ്യാടി പൂതമ്പാറയും കയറി വയനാട് മുത്തങ്ങയും ബന്ദിപ്പൂർ മുതുമലയും മസിനക്കുടി ഊട്ടിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് ആണ്. പിന്നെ ഈ വഴി ആദ്യമായിട്ടാണ് ഞാൻ പൂതമ്പാറ ചുരം വഴി ആദ്യമായിട്ടാണ് വയനാട് പോണത്. ഞാൻ മുന്നേ പോയിക്കണത് നാടുകാണി ചുരം, താമരശ്ശേരി ചുരം, ഈ 2 ചുരം കയറിയിട്ടാണ് മുന്നേ പോയിട്ടുള്ളൂ. ഈ ചുരം ആദ്യമായിട്ടാണ്. ഇതെന്നാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോ അറിയാത്ത സ്ഥലങ്ങളും ആദ്യമായിട്ട് കാണുന്ന സ്ഥലങ്ങളും അതൊക്കെ ഇങ്ങനെ കാണാന്നുള്ള ലെവലിലാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ ചങ്ങനകുളത്തു നിന്ന് ഞങ്ങൾ ഈ വടകരത്തെ ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു 130 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 3.5 മണിക്കൂർ 4 അടുത്ത് യാത്ര ഉണ്ട്. പിന്നെ ഇനി അടുത്തത് ഇവിടുന്ന് പോണത് വടകരയിൽ നിന്ന് ഞങ്ങൾ ബന്ദിപ്പൂർ പോവാണ്. കർണാടകയുടെ വടകരയിൽ നിന്ന് ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം ഒരു 170 കിലോമീറ്ററോളം ഉണ്ടാവും ബന്ദിപ്പൂർ കർണാടകയുടെ. അപ്പോൾ പിന്നെ അവിടുന്ന് ഊട്ടി. ഇപ്പം മുത്തങ്ങയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇനി നേരെ മൈസൂർ റോഡ്. മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂർ പോവുകയാണെങ്കിൽ ഒരു 60-62 കിലോമീറ്റർ ഉണ്ട്. ഗുണ്ടൽപേട്ട വഴി പോവുകയാണെങ്കിൽ കേട്ടോ. ഞങ്ങൾ ഗുണ്ടൽപേട്ട വഴിയാണ് ബന്ദിപ്പൂർ പോണത്, അടുത്ത ഡെസ്റ്റിനേഷൻ. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് വടകരയിലാണ്. ഇന്നിപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഊട്ടിയിലെത്തണം എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഊട്ടിയിൽ സ്റ്റേ ചെയ്യണം. റൂം ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, എവിടെ എത്താമെന്ന് അറിയില്ലല്ലോ. അവിടെ സ്റ്റേ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് റൂം ബുക്കും ചെയ്യാൻ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ റൂട്ടിൽ. അധികം വണ്ടികളൊന്നും അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഇതാണ് മറ്റേ മുത്തങ്ങയിൽ നിന്ന് നേരെ മൈസൂർ റൂട്ടിൽ നിന്ന് കയറുമ്പോഴുള്ള ചെക്ക് പോസ്റ്റുള്ളത് ഇവിടെയാണ്. ചെക്ക് പോസ്റ്റിൽ അങ്ങനെ ആരും ഇല്ല, അവിടെ ചെക്കിങ്ങിനും ഇതൊന്നും ഇല്ല. പിന്നെ അവിടെ ആരും കാണാനും ഇല്ല. ഞങ്ങൾ ക്രോസ് ചെയ്യുമ്പോഴൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നിട്ടില്ല. കാട്ടിലൂടെയുള്ള യാത്രയിൽ എപ്പോഴും വണ്ടി പതുക്കെ പോകണം, എന്നാലാണ് കാടൊക്കെ ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഈ റോഡും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. റോഡൊക്കെ കുറച്ച് കാലിയൊക്കെ തന്നെയാണ്. പിന്നെ സ്പീഡിലൊന്നും പോകാനൊന്നും പറ്റില്ല, കാടല്ല. ഈ മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെങ്കിലും മാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിയുണ്ടെങ്കിലൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് വണ്ടി പതുക്കെ തന്നെ പോകണം. പിന്നെ അമ്പകളുണ്ട് റോട്ടിൽ എന്ന് പറയാൻ. കാടൊക്കെ കഴിഞ്ഞ് കർണാടകയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കർണാടകയിലത്തെ റോഡിൻ്റെ 2 സൈഡിലും ഫുള്ള് കൃഷിയിടങ്ങളാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫുള്ള് 2 സൈഡിലും പലതരത്തിലുള്ള കൃഷിയിടങ്ങളും ഇതൊക്കെ ആയിട്ട്. റോട്ടിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവിടുന്ന് ഗുണ്ടൽപേട്ട എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കർണാടകയുടെ.
ഇവിടുന്ന് ഏകദേശം ഊട്ടിക്ക് ഒരു 95 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. ബന്ദിപ്പൂർക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ബന്ദിപ്പൂരിൽക്കുണ്ട്. ഈ ഗുണ്ടൽപേട്ടയിലാണ് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞിരിക്കണ നല്ല നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പോണ സമയത്ത് അതൊന്നും കാണാൻ പറ്റാത്ത സമയമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അതിനുള്ളതൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും അധികം വല്ലാണ്ട് കറങ്ങാനൊന്നും നിന്നിട്ടില്ല. ഇത് ഗുണ്ടൽപേട്ടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ പോണത്. ഇതൊരു അവിടുത്തെ ഒരു ചെറിയ ഒരു സിറ്റി പോലത്തെ സ്ഥലങ്ങളാണ്. കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നല്ലൊരു വെയിലുണ്ട് ഈ ഭാഗത്തൊക്കെ. ബൈക്കായതുകൊണ്ടാണ് ഒന്നും കൂടി ഫീൽ ചെയ്യണത്. പിന്നെ ഞങ്ങളിനിപ്പോൾ പോണത് ബന്ദിപ്പൂരാണ്. പെറ്റാണെങ്കിൽ ടൈഗർ റിസർവിൽ മറ്റേ അവിടെ സഫാരിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ടൈമിൽ സഫാരിക്ക് യോജിച്ച സമയമല്ല. രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ അവിടെ സഫാരി ഉള്ളത്. ഇതിപ്പോൾ ഉള്ളത് ബന്ദിപ്പൂരാണ്. ബന്ദിപ്പൂരിൽ സഫാരി ബുക്കിംഗ് സെൻറ്ററിൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രതിമയാണ് മറ്റേ ടൈഗറിൻ്റെ. നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെന്നുള്ളൂ. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോയാലാണ് ഇതിൻ്റെ സഫാരിയുടെ ഇതിൻ്റെയൊക്കെ ഇതുള്ളത്. അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല. വൈകുന്നേരത്താണ് ഇനി സഫാരി ഉള്ളത്. പിന്നെ ഉള്ളത് കാലത്തുമാണ്. അപ്പോൾ പിന്നെ ഈ ടൈമിൽ എന്തായാലും അത് കിട്ടില്ല. പിന്നെ കിട്ടണമെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 12 മണി 11:30 സമയത്താണ് അവിടെ എത്തണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ സമയം പിന്നെ വൈകുന്നേരം വരെ കാത്തിരിക്കണം ആ സഫാരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുതുമലയിൽ നിന്ന് 2 റൂട്ട് പോവുക ഊട്ടിയിലേക്ക്. ഒന്ന് മസിനക്കുടി വഴിയും പോവുക, പിന്നെ ഗൂഡല്ലൂർ വഴിയുമാണ് പോവുക. ഞങ്ങളിപ്പോൾ പോണത് മസിനക്കുടി വഴിയാണ്. ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കാട്ടിലേക്കുള്ള ഒരു കവാടം. ഇത് കഴിഞ്ഞാലാണ് നേരെ ഒരു കാടാണ് 2 സൈഡിലും. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ അങ്ങനെ ആളും ഇതൊന്നും കാണാനൊന്നുമില്ല. അവിടെ ചെക്കിങ്ങും ഒന്നും ചോദിക്കുക കാര്യങ്ങളും എന്ത് പറയുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾ നേരെ കടന്ന്. പിന്നെ ഈ റോട്ടിലും ഉണ്ട് അങ്ങനെ അമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെ ഈ റോട്ടിലും പോകാൻ പറ്റുള്ളൂ. പിന്നെ കാടായതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്തില്ല. എന്താ വെച്ചാൽ അത് ശരിക്കും കാട്ടിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനൊന്നും ചെയ്യരുത്. അപ്പോൾ ആ ഒരു നിയമം അതേപോലെ പാലിക്കണോണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്യാൻ നിന്നില്ല. ഈ പോണ വഴിക്കുള്ളതൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോണിലിങ്ങനെ പകർത്തിയെന്നുള്ളൂ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഫോണിലിങ്ങനെ പകർത്താനും പറ്റിയിട്ടില്ല. ഇതാണ് ടൈഗർ റിസർവിൻ്റെ സഫാരിയൊക്കെ പോകാനുള്ള ഈ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുക. ഈ ബസ്സും ഇവിടെ ജീപ്പിലും ബസ്സിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ ടോക്കൺ എടുക്കുക, ഇവിടെ നിന്ന് തന്നെ ടോക്കൺ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറേ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ബുക്ക് ചെയ്യണം, എന്നാലാണ് താമസിക്കാനുള്ള റൂമൊക്കെ കിട്ടുള്ളൂ. ഒരു വില്ല പോലെയാണ്, വരിക്കായിട്ട് ഇങ്ങനെ റൂമുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ അധികം നേരം നിന്നില്ല, പിന്നെ നേരെ പോന്ന്. പിന്നെ പോണ വഴിക്ക് റോഡിൻ്റെ 2 സൈഡിൽ ഇതുപോലെ മാനുകൾ ഒരുപാട് പുല്ല് കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട്. ഈ റൂട്ടിൽ ഒരുപാട് മാനുകളെ കാണാൻ പറ്റി പോണ വഴിക്ക്. പിന്നെ മറ്റുള്ള മൃഗങ്ങളൊന്നും ഈ ടൈമിൽ അങ്ങനെ ഇവിടെ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഒരു ഉച്ചയോടെ അടുക്കണ സമയമാണ്. ഈ സമയത്തൊന്നും മൃഗങ്ങളങ്ങനെ റോഡ് സൈഡിലൊന്നും വരില്ല. അത് പിന്നെ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വലിയ മൃഗങ്ങളെ വല്ലാണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ വഴി വരുമ്പോൾ ഒന്നല്ലെങ്കിൽ അത് രാവിലെ വരണം, അതല്ലെങ്കിൽ വൈകുന്നേരം വരണം. എന്നാലാണ് കൂടുതലും മൃഗങ്ങളിങ്ങനെ റോഡ് സൈഡിൽ കാണാൻ പറ്റുള്ളൂ. ഈ സമയത്ത് എന്തായാലും കാണാൻ പറ്റില്ല. ഒരു ഉച്ചയോടെ അടുപ്പിക്കുന്ന സമയമാണ്. പിന്നെ വെയിലുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിൽ നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല തണുപ്പുള്ള കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെയിലിൻ്റെ ചൂടൊന്നും വല്ലാണ്ട് ഫീൽ ആവണില്ല കേട്ടോ. ഇപ്പോൾ ബന്ദിപ്പൂർ കാട്ടിലൂടെയാണ് ഈ പോണത്. നേരെ ഇനി ഇവിടുന്ന് മുതുമല മസിനക്കുടി, അതും ഇതുപോലെ നല്ല രസമുള്ള കാടുകളാണ് യാത്ര. ഞാനിതുവരെ പോയിട്ടില്ല ഈ വഴി, ആദ്യമായിട്ടാണ് പോണത്. വെയിലുണ്ടെച്ചെങ്കിലും അതിൻ്റെ ഒരു ചൂടൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പ് കാറ്റൊക്കെ വരുന്നുണ്ട്.
പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നല്ല റെസ്റ്റിൽ ഇങ്ങനെ പോണ കാരണം വേറെ ആ വെയിലിൻ്റെ ഫീലിംഗ് ഒന്നും കിട്ടാത്തത്. ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടാ ഈ പോയ വഴികളൊക്കെ. പിന്നെ ഒന്നും കൂടിയും ഏറെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുക ബൈക്കിലാണ്. ബൈക്കിൽ സേഫ്റ്റിയും കുറച്ച് പ്രശ്നമാണ്, എന്നാലും കുറച്ചൊക്കെ മുൻകരുതലായിട്ട് പോവുകയാണെങ്കിൽ ബൈക്കിൽ പോവുകയാണെങ്കിലാണ് ഒന്നുകൂടിയും നമുക്ക് നല്ല രസത്തിൽ എല്ലാ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചിട്ട് ആ കാറ്റൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബൈക്ക് തിരഞ്ഞെടുത്തതും, അതുകൊണ്ട് പിന്നെ കാർ എടുക്കാഞ്ഞതും ബൈക്ക് തിരഞ്ഞെടുത്തിട്ട് ബൈക്കുമ്പോൾ പോവാന്നുള്ള രൂപത്തിൽ പുറപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നല്ല ക്ഷമ വേണം, ഓടിക്കുന്ന ആൾക്കാണെങ്കിലും ബാക്കിലിരിക്കുന്ന ആൾക്കാണെങ്കിലും നല്ല ക്ഷമ വേണം. എന്താ വെച്ചാൽ ഒരുപാട് ദൂരം യാത്ര ഉണ്ട്. ഇത് ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ലാസ്റ്റ് കവാടാണ്. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്തത് കയറാൻ പോണത് മുതുമല, തമിഴ്നാടിൻ്റെ ടൈഗർ റിസർവ് ഫോറസ്റ്റായ മുതുമലയിലേക്കാണ് ഇനി പോണത്. ഈ പാലം ഉണ്ടല്ലോ, ഈ നേരെ കാണുന്ന ഈ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് സ്റ്റേറ്റായി. പിന്നെ അവിടുന്ന് നേരെ മുതുമലി, മസിനക്കുടി, അങ്ങനെ ഊട്ടിയിലേക്ക്. ഈ ഫോറസ്റ്റൊക്കെ കയറുന്നതിന് മുന്നേ തന്നെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വാങ്ങി സ്റ്റോക്ക് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ കുറച്ച് പാടാവും. പിന്നെ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ 5 ലിറ്ററിൻ്റെ ക്യാനുള്ളൂ, ചെറിയ ലിറ്റർ ഒന്നും അവിടെ കിട്ടില്ല. 5 ലിറ്ററിൻ്റെ വെള്ള ക്യാൻ എടുത്തിട്ട് വണ്ടിയിൽ എവിടെയെങ്കിലും കെട്ടിടേണ്ടി വരും. ഇത് മുതുമലയുടെ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ കവാടാട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ മുതുമലെത്തി. ഇപ്പോൾ പോണത് മുതുമല ഫോറസ്റ്റിൽ കൂടെയാണ്. ഇപ്പോൾ മുതുമല ഫോറസ്റ്റിലേക്ക് എത്തി. പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റിൽ 2 സൈഡിലും റോഡിൻ്റെ 2 സൈഡിലും ഒരു 50 മീറ്ററോളം കത്തിച്ചിട്ടുണ്ട് കാട്. എന്തിനാന്ന് അറിയില്ല. ഇനിയിപ്പോൾ മൃഗങ്ങളൊക്കെ റോട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണത് എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഒരു രസം പോയി കുറച്ച്. ഈ ഭാഗം ആ കാടിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു. പിന്നെ കരിഞ്ഞ് സ്മെല്ലൊക്കെ എടുക്കൽ തുടങ്ങി കത്തീൻ്റെ ഒക്കെ. ഇപ്പോൾ ഞങ്ങൾ മുതുമല എത്തിക്കണ്. അങ്ങനെ മുതുമലയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ മസിനക്കുടിയിലേക്ക് പുറപ്പെട്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ മസിനക്കുടിയാണ്. ഇത് മസിനക്കുടിയിലേക്ക് മുതുമലയിൽ നിന്ന് പോണ ടൈമിൽ ഫസ്റ്റ് കാണുന്ന ഒരു അരുവി കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു പാല, അതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ അരുവിയായിട്ട് നല്ല. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പക്ഷെ അതിനൊന്നും നിന്നില്ല, അതിനുള്ള സമയമൊന്നുമില്ല. ഇനി ഇവിടുന്ന് നേരെ മസിനക്കുടിയിലേക്കാണ് പോണത്. ഇപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ നട്ടുച്ച സമയമാണ്, എന്നാലും വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അധികവും ചൂടും അങ്ങനൊന്നുമില്ല. ഒരു ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല രസത്തിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം റോഡ് ഇങ്ങനെ ചെറിയ റോഡാണ്. ഇത് 1 വേ റോഡാന്നൊക്കെ തോന്നുന്നത്. പിന്നെ വലിയ അറിയില്ല കേട്ടോ എനിക്ക്. പിന്നെ റോഡിൻ്റെ 2 സൈഡിലും ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. നല്ല കിളികളുടെ സൗണ്ടൊക്കെ നല്ല ഇതിലിങ്ങനെ കേൾക്കുക ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. എന്തായാലും നല്ല രസമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ വഴികളൊക്കെ. ഈ വന്ന വഴികളിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഇഷ്ടം തോന്നിയ വഴിയാട്ടോ ഈ മസിനക്കുടിക്ക് പോണ ഈ വഴികൾ. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഒന്നും കൂടിയും ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുക ഈ വഴികളുടെയൊക്കെ. ഇവിടെയും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട്, എന്നാലും മുതുമലയിലത്തെ അത്ര കൂടുതൽ ഇങ്ങനെ കത്തിച്ചിട്ടൊന്നും കാണാനില്ല. ഈ വഴികളൊക്കെ നല്ല മൃഗങ്ങളുള്ള വഴികളാട്ടോ. ഇപ്പോഴത്തെ നോക്കണ്ട, ഇപ്പം ഈ നട്ടുച്ച സമയ കാരണവും മാനുകളല്ലാണ്ട് വേറെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ വഴിയിലൊക്കെ നല്ല മൃഗങ്ങളുണ്ട്. കടുവടക്കം റോട്ടിൽ കൂടെ നടന്നു പോണ വഴികളതൊക്കെ. കഴിയുന്നതും ഈ വഴികളൊക്കെ രാത്രി ഡ്രൈവ് പോവാതിരിക്കണം നല്ലത്, പ്രത്യേകിച്ച് ബൈക്കിൻ്റെ മേലൊക്കെ. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആൾക്ക് യാത്രയോടുള്ളൊരു ഇൻട്രസ്റ്റും പിന്നെ പ്രത്യേകിച്ച് ബൈക്കിൻ്റെ മേലെ. അപ്പോൾ ആ ഒരു ഇതിലാണ് ആളിങ്ങനെ ഒതുങ്ങിയിരിക്കണത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിരുന്ന് വയ്യാണ്ടാകുമ്പോൾ ഇങ്ങനെ നീച്ച് നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ആയിട്ട് യാത്ര ഇങ്ങനെ തുടർന്ന്.
ഈ യാത്രയിൽ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുഭാഗമുള്ളത് കാണണം അങ്ങനെയുള്ളൊരു ഇതിലല്ല പുറപ്പെട്ടത്. ഞങ്ങൾ ഇങ്ങനെ പോണ വഴികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എവിടെ ലാസ്റ്റ് എത്തണത് അവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യാന്നുള്ള ലെവലിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഊട്ടിയിലെത്തിയിട്ട് ഊട്ടിയിൽ സ്റ്റേ ചെയ്യണമെന്നാണ് പ്ലാന്. അങ്ങനെ മസീനക്കൂടി എത്തി. അവിടെ നിന്ന് നേരെ ഊട്ടിയിലേക്കാണ്. പിന്നെ ഈ മസീനക്കൂടിയിലത്തെ ഒരു ചെറിയൊരു ടൗണാണ് ഇട്ടത്. കുറച്ച് കടകളും ഇതുപോലത്തെ ആൾക്കാരുമായിട്ട് കുറച്ച് ബഹളങ്ങളൊക്കെ ഇപ്പോഴാണ് ഒന്ന് ആസ്വദിച്ചത്. ഇതുവരെ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ വന്നിട്ട്. പിന്നെ ഈ വീടുകളും കടകളൊക്കെയാണ് തോന്നുന്നത് രണ്ട് സൈഡിലും. അതിൻ്റെ ബാക്കിൽ തന്നെ ഈ വീടിൻ്റെ ഒക്കെ ബാക്കിൽ തന്നെ കൃഷിയിടങ്ങളാണ് ഏറെ. രണ്ട് സൈഡിൽ നല്ല നല്ല കൃഷിയിടങ്ങളും ഒരു ചെറിയൊരു ടൗൺ തന്നെയാണ്. പിന്നെ അവിടുന്ന് ഊട്ടി റോഡിന് ഇങ്ങോട്ട് പോകുന്നത് ഒരു 36 എയർപിൻ വളമൊക്കെ കയറിയിട്ട് കല്ലട്ടി ചുരമൊക്കെ കയറാൻ പോവാണ്. പിന്നെ ഈ വഴികളൊക്കെ എന്തൊരു രസമായിട്ടാണ് കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ബൈക്കിൻ്റെ മേലൊക്കെ തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്ടല്ലോ, ഒരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും എവിടെ സ്റ്റേ ചെയ്യണം അവിടേക്ക് എത്തും നല്ലത്. പരമാവധി രാത്രി ഒഴിവാക്കുക. ഇവിടുന്ന് പിന്നെ കല്ലട്ടി ചുരം 36 എയർപിന്നുള്ള കല്ലട്ടി ചുരം അതാണ് ഇപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എയർപിൻ വളവിൻ്റെ ഇത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് തന്നെ കാണാം 36 എന്നാവും കാണാം. അങ്ങനെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ 36, 35, 34 അങ്ങനെ കുറഞ്ഞിട്ട് വരിക. ഏറ്റവും മേലേക്ക് എത്തി കഴിഞ്ഞാൽ അവിടെ 1 എന്നാണ് കാണിക്കുക. ഈ എയർപിൻ വളവിൻ്റെ ഇത് ഭയങ്കര രസമുള്ള ഒരു ചുരം തന്നെയാണ് കേട്ടത്. നല്ല തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കയറും തോറും. അതിങ്ങനെ കയറി വരുമ്പോൾ ഒരുപാട് നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ, വ്യൂ പോയിന്റ്. അവിടെയൊക്കെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് നോക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് ഊട്ടിലെത്തിയപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, നല്ല തണുപ്പ് തുടങ്ങി. അപ്പോൾ ജാക്കറ്റൊക്കെ മാറ്റിയിട്ട് പിന്നെ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ വേണ്ടത് റൂമാണ്. ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. പോണ വഴിക്ക് ഏതെങ്കിലുമൊക്കെ നോക്കണം. പിന്നെ ഒരു കൂട്ടരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പോണ വഴിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു ലെവലിലാണ് പോണത്. റൂം കിട്ടില്ലെന്ന് അതും അറിയില്ല. ഈ പോണ വഴിക്ക് തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും, റൂം വേണം, ചെറിയ പൈസക്ക് തരാം, അത് തരാം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ആ റൂം പോയി നോക്കി എല്ലാം ക്ലിയർ ആയതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട മാത്രം അത് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതിന് ചെയ്യാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഊട്ടിയിലാണ് ഉള്ളത്. ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. ഇതിൻ്റെ മേൽഭാഗത്താണ് സ്റ്റേ ചെയ്യണത്. ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്താണ്, ബഹളവും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇതതിൻ്റെ മേലേക്ക് കയറി വരാൻ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ബാൽക്കണിത്തെ ഒരു വ്യൂ ആണ്. അതിൻ്റെ അടിയിൽ തന്നെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും. റൂം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല റൂമാണ്, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ ടീ കോഫിയൊക്കെ കിട്ടും, അതിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഇവിടെയാണ് സ്റ്റേ ഉള്ളത്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് പോയി അവിടെയുള്ളൊരു ഗാർഡനാണിത്, ബൊട്ടാനിക്കൽ ഗാർഡൻ. അതിൽ ഒന്ന് കയറി. അതിൽ കുട്ടികൾക്ക് 30, വലിയവർക്ക് 50. പിന്നെ അതിൻ്റെ മറ്റേ ക്യാമറ 50, വീഡിയോ ക്യാമറ 100, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഫീസ് വരുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത്. ഇതതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ കുറേ ഉണ്ട് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവക്കൊന്ന് കാണാൻ കയറി. ഇവിടെയൊക്കെ കയറിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ കാണാത്ത കുറേ ഫ്ലവേഴ്സൊക്കെ ഇവിടെ വന്നപ്പോഴാണ് കണ്ട്. പിന്നെ ഇതുപോലത്തെ കുറേ സെക്ഷനുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ ഒരുപാടുണ്ട്. പോവുകയാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അധികം നേരം ഇവിടെ അങ്ങനെ നിന്നില്ല ഞങ്ങൾക്ക് ഇനി കോത്തഗിരി എത്തണം. അപ്പോൾ പിന്നെ അധികം നേരം ഇവിടെ നിൽക്കാണ്ട് കോത്തഗിരിയിലേക്ക് പോകാൻ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 30 കിലോമീറ്റർ ഇവിടുന്ന് ഉണ്ട് കോത്തഗിരിക്ക്. ഈ ഊട്ടി കോതഗിരി അങ്ങനെ പോയ ഒരുപാട് വീഡിയോസുകൾ വേറെ ഉണ്ട്. അതൊന്നും ഞാൻ അതിൽ അപ്ലോഡ് ആക്കിയിട്ടില്ല. ഇത്
ഞാൻ ഇതിൽ കൂടുതലും ഞങ്ങൾ പോണ വഴികളും ആ ബൈക്ക് റൈഡ് ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ 3 സംസ്ഥാനങ്ങളിൽ കൂടെയുള്ള ബൈക്ക് റൈഡ്. ബാക്കിയുള്ളതൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടും. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലേസ് പോലെ ഉണ്ട്, ഒരു ഗ്രൗണ്ട് പോലെ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട്. അവിടെയൊക്കെയാണ് ആൾക്കാർ വിശ്രമിക്കാനും ഒക്കെ ഇരിക്കണ സ്ഥലങ്ങളൊക്കെ, എടുക്കലും ഇരിക്കലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ചുറ്റുഭാഗമൊക്കെ ഒന്ന് കറങ്ങാൻ വെച്ചെങ്കിൽ ഒരുപാട് കറങ്ങാനുണ്ട്. ഞങ്ങൾക്ക് നേരമില്ലാത്തതുകൊണ്ട് അധികം കറങ്ങാനൊന്നുമില്ല. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് ഞങ്ങൾ അതിൻ്റെ ആ വഴി കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് അവിടുന്ന് നേരെ പിന്നെ കോത്തഗിരി പോകാനുള്ള ലക്ഷ്യം കൊണ്ട് അവിടെ അധികം നിന്നിട്ടില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ പോകുന്നു. ഞങ്ങൾ ഒരൊറ്റ ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റൊക്കെ കിട്ടും, നല്ല രസമുള്ള ചോക്ലേറ്റുകൾ. അതൊക്കെ ഒന്ന് വാങ്ങി അവിടുന്ന് നേരെ കോത്തഗിരി അങ്ങോട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇടയ്ക്കൊക്കെ ഒന്ന് വിശന്നപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ ഇതുപോലെ നല്ല ഒരു നൂഡിൽസും കാടമുട്ടി ചോളവും ഇതൊക്കെ കൂടിയിട്ട് കണ്ടപ്പോൾ ആ വൈബിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലൊക്കെ തേയിലത്തോട്ടവും നല്ല കാറ്റും നല്ല തണുത്ത കാറ്റും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ചൂടോടുക്കുന്നത് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് നേരെ കോത്തഗിരി പോണ വഴിക്ക് ഉള്ള വീഡിയോസാണ് ഇതൊക്കെ. അർഷു ആയിരുന്നു, പിന്നെ അയാൾക്ക് തിരക്കായ കാരണം അർഷു പിന്നെ സഹായിക്കാൻ കുറച്ച് നേരം നിന്ന്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ കോത്തഗിരിയിലേക്ക് പുറപ്പെട്ട്. ഈ കോത്തഗിരിക്ക് പോണ വഴിയും നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ. നല്ല ഒരു വീടുകളും ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. 2 സൈഡിലും ഒരു താഴ്ച, അവിടെ ഇങ്ങനെ വീടുകളും ഇതൊക്കെ ഇട്ട് അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. അവിടെ നല്ല തണുപ്പുള്ള. ഇപ്പോൾ കോത്തഗിരി എത്തിയിട്ടില്ല, കോത്തഗിരിക്ക് പോവാണ്. പിന്നെ ഞങ്ങൾ കോത്തഗിരിയിൽ നിന്ന് നേരെ മേട്ടുപ്പാളയം വഴിയായിട്ടാണ് പോണത്. തിരിച്ചിട്ട് ഊട്ടിയിലേക്ക് തന്നെ വരുന്നില്ല. എന്തായാലും കാണാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴല്ലേ ഒന്നുകൂടി രസം. അപ്പോൾ മേട്ടുപ്പാളയം വഴി ചുരം ഇറങ്ങിയിട്ട് നേരെ ആനക്കട്ടി അവിടുന്ന് അട്ടപ്പാടി അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്യണത്. ഈ വഴി പോകുമ്പോൾ വെളിച്ചക്കുറവുണ്ട്, അതുകൊണ്ട് വീഡിയോസ് കുറച്ച് ക്ലിയർ കുറവുണ്ട്, ചുറ്റൂറാൻ മരങ്ങളായ കാരണം. പിന്നെ ഈ ഭാഗങ്ങളും നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ ഈ പോണ വഴികളൊക്കെ. അങ്ങനെ ഞങ്ങൾ കോത്തഗിരി എത്തി. ഇപ്പോൾ ഉള്ളത് കോത്തഗിരിയിലാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പെട്രോൾ അടിക്കാണ്ടായിരുന്നു, പെട്രോളൊക്കെ അടിച്ച് പിന്നെ ഇനി ഇവിടുന്ന് നേരെ മേട്ടുപ്പാളയത്തേക്ക് ചുരം ഇറങ്ങണം. ഇപ്പോൾ പോണത് മേട്ടുപ്പാളയം റോഡാണ്. കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു ചുരം ഉണ്ട്. ആ ചുരം ഇറങ്ങിയിട്ട് വേണം മേട്ടുപ്പാളയം എത്താൻ. ഭയങ്കര ഡേഞ്ചർ പിടിച്ച ഒരു ചുരം തന്നെയാണ് കേട്ടോ. പിന്നെ ആ ചുരത്തിൻ്റെ വീട് ഞാൻ എടുത്തില്ല, കുറച്ച് ഫോൺ പിടിച്ചെടുക്കാൻ ചുരം ഇറങ്ങല കുറച്ച് പ്രയാസമുള്ള കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ ചുരം ഇറങ്ങി വരും തോറും ചൂട് കൂടി വരൽ തുടങ്ങി. പിന്നെ മേട്ടുപ്പാളയത്തൊക്കെ ഭയങ്കര ചൂടാണ്. ഒരു ജാതി തിരക്ക് പിടിച്ച സ്ഥലമാണ് ഈ മേട്ടുപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ ചുരത്തിൽ നിന്ന് ഞങ്ങളുടെ ബ്രേക്ക് പോയി, വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കാണ് പോയത്. പിന്നെ റിയർ ബ്രേക്കായിട്ട് പതുക്കെ ചുരം മുഴുവൻ ഇറക്കി അങ്ങനെ മേട്ടുപ്പാളയം എത്തി. ഈ മേട്ടുപ്പാളയത്തേക്ക് ഇങ്ങനെ ചുരം ഇറങ്ങി പോകുമ്പോഴും നല്ല വ്യൂ പോയിന്റുകളുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ ഈ ഭാഗങ്ങളൊക്കെ. പക്ഷേ ഈ ഭാഗത്തൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, വണ്ടികളുടെ തിരക്കും. പിന്നെ ചുരം ഇറങ്ങി വരും തോറും ചൂട് ഇങ്ങനെ കൂടി വന്നിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ വഴിയിൽ എപ്പോഴും റോഡ് മുറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുരങ്ങന്മാർ പോണതും ഒക്കെ ആയിട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കുറച്ച് വെളിച്ചക്കുറവുണ്ടാവും. അത് വൈകുന്നേരം അടുക്കൂടെ ഒരു മേട്ടുപ്പാളയം വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് ഒരിതുണ്ട്. നല്ല വ്യൂ ആട്ടോ അവിടെ നിന്നിട്ട് താഴെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മേട്ടുപ്പാളയം ടൗണൊക്കെ കാണാം. പിന്നെ അധികം അവിടെ നിന്നില്ല, ഐസറിന് ഐസൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ മേട്ടുപ്പാളയം എത്തി. മേട്ടുപ്പാളയം ടൗണിലെത്തി. അവിടുന്ന് പിന്നെ ആനക്കട്ടി വഴി പോവായിരുന്നു. ഈ വഴിയിലിരുന്ന് ഞങ്ങൾ കുറച്ച് ഇടങ്ങരായത്, കുറച്ച് വഴി തെറ്റൊക്കെ ചെയ്ത്. ഈ വഴിയിൽ പോകുമ്പോൾ ഞങ്ങൾ മാപ്പൊക്കെ ആയിട്ട് ഈ വഴിയിലേക്ക് എത്തിയതാണ്. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വീടുകളും ഇല്ല, ഒന്നുമില്ല. പിന്നെ 2 സൈഡും കാട് മാത്രം. അത് വൈകുന്നേരം ടൈമുമായി. അപ്പോൾ കേരളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആകെ ഇടങ്ങരായി. പിന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാത്തിലും തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ എഴുതിയിരിക്കണമെന്ന് മനസ്സിലാവണില്ല.
അങ്ങനെ കുറച്ച് വഴി തെറ്റി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. ഈ ആനക്കട്ടി അട്ടപ്പാടി ആ ഭാഗത്തുള്ള വീഡിയോസൊന്നും ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ ലെങ്ത്ത് കൂടിയ കാരണം. അതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിട്ട് അപ്ലോഡ് ചെയ്യാനാണ്. ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഞങ്ങൾ കേരളത്തിലേക്ക് ബോർഡറിൽ നിന്ന് കടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ അരുവി കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷേ ഏത് സ്ഥലം എന്ന് പറയാൻ എനിക്കും അറിയില്ല, എങ്ങനെയൊക്കെ അവിടെ വന്ന് പെട്ടതാണ്. പിന്നെ ആ അരുവി ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ വഴി കൂടെ മേലെ കയറി കഴിഞ്ഞാൽ കേരളമായി അങ്ങനെയായിരുന്നു. പക്ഷേ നല്ല വെള്ളമൊക്കെ കുറച്ച് വെള്ളമുള്ള ടൈല്. പിന്നെ